ഹലോ വ്യൂവേഴ്സ്, ഞാൻ ഇന്നേക്ക് ചെയ്യാൻ പോണ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ നാളായി കുറേ നാളായി വീഡിയോ ഇടാറില്ല. ഫസ്റ്റ് ഇപ്പോൾ ഞാൻ ഇടാൻ പോണത് എന്താ വെച്ചെങ്കിൽ, എല്ലാവർക്കും യൂസ് ആവണ മാതിരി ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോണത്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും കുട്ടികൾക്ക് ജലദോഷം, അതായത് കഫക്കെട്ട്, നല്ല കഫക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ നിറയെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗുളിക മരുന്ന് എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ 2 ദിവസം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് തിരിച്ചു അത് 2 ദിവസം കഴിഞ്ഞാൽ പിന്നെയും വരും. അത് ശരിയായിട്ടാണ് മാറില്ല. അപ്പം ഞാനെന്ത് വിചാരിച്ചു, ഇത് ഡെയിലി മരുന്നും ഗുളികയും കഴിച്ചുകൊണ്ടേ ഇരുന്നാൽ ശരിയാവണില്ല എന്ന് വെച്ചിട്ട് ഞാൻ വീട്ടിൽ ഞാൻ ചെറിയ കുട്ടികളാകുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ചമ്മ അമ്മമ്മ എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം അപ്പോഴെല്ലാം ഞാൻ വീഡിയോ ഇടണം വിചാരിക്കും. പക്ഷേ എനിക്കതിന് ഒരു ഒത്തുവരില്ല. എങ്ങനെ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്നുള്ളൊരു ഡൗട്ടിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ ഞാൻ എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ക്ലൈമറ്റ് വേറെ ഇങ്ങനെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ കാണിക്കുക. ഞാൻ ഏற்கனவே വെച്ചു. ഇപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള പ്രോസസ്സിങ് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോണത്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ചെയ്തു വെച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഹോം മെയ്ഡ് തൈലം, അതായത് ഹോം മെയ്ഡ് മരുന്നാണ് ഞാൻ ചെയ്തു വെച്ചിരുന്നത്. ആയുർവേദമാണ്, നല്ല മരുന്നാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടത് ഞാൻ എന്താ ചെയ്യുക രാത്രി കിടക്കുമ്പോൾ എൻ്റെ നൈറ്റ് കിടക്കുമ്പോൾ കാലിൻ്റെ എവിടെയൊക്കെ വേദന ഉണ്ടോ അവിടെയൊക്കെ അത് തേച്ച് കിടക്കും. പിന്നെ അതേമാതിരി വേറൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഇത് തേച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ കൊതുക് കടിക്കില്ല ഫസ്റ്റ്. രണ്ടാമത് നമ്മൾ കാലിൻ്റെ മുട്ടിൻ്റെ വേദന, മുതുക് വേദന, എവിടെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതിനൊരു സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. നല്ല മരുന്നാണ്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ടാണ് ഇത്രയും ഷുവറായിട്ട് പറയണത് നിങ്ങളോട്. പിന്നെ രണ്ടാമത് എന്ന് വെച്ചാൽ, ആവി പിടിക്കാനോ എന്തിനേലും വേണമെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ട് ബിറ്റ് അതിൽ ഒഴിച്ചിട്ട് ആവി പിടിച്ചാൽ നല്ല കേൾക്കും. പിന്നെ ഇത് രണ്ടാമത് ഞാൻ വേറൊരു ബോട്ടിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ് ഈ മരുന്ന്. ഇത് രണ്ടാമതെന്ന് വെച്ചെങ്കിൽ, ഇത് ഞാൻ കയ്യിൽ ഇതേമാതിരി 2 ബിറ്റ് ഇതേമാതിരി ഒഴിച്ചിട്ട് ഇതിങ്ങനെ കയ്യിൽ ഇങ്ങനെ നല്ല മസാജ് പണി നമ്മൾ മൂക്ക് പക്കமாக വെച്ചിരുന്നാൽ നല്ല നമുക്ക് ഇതോടെ ഒരു സ്മെല്ല് നമ്മൾ തലനെറുകിൽ ഏറണ മാതിരി ഇരിക്കും. ഇത് നല്ലൊരു മരുന്നാണിത്. അതായത് നമ്മൾ നല്ല യൂസ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുകയാണ്. ഇതിന് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ എന്തെന്നൊക്കെ വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് 3 ഇൻഗ്രീഡിയൻസാണ് ഇതിന് ഉപയോഗിക്കുന്നത്. വേറെ ഒന്നുമില്ല. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാം. പച്ചക്കർപ്പൂരം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, ഇതിന് ചെയ്യുമ്പോൾ ഇതിൻ്റെ അളവ് ഈക്വലായിട്ടുണ്ടാവണം. 3 ഐറ്റത്തിൻ്റെ അളവ് ഒരേ ഈക്വലായിട്ടുണ്ടാവണം. ഫസ്റ്റ് നമ്മൾ ഇടേണ്ടത് പച്ചക്കർപ്പൂരം, രണ്ടാമത്തത് പുതിന കർപ്പൂരം, പിന്നെ മൂന്നാമത്തത് അയമോദകത്തിൻ്റെ കർപ്പൂരം. ഇത് 3 നിങ്ങൾക്ക് ആയുർവേദ മരുന്ന് കടയിൽ കിട്ടും. ഒന്ന് പച്ചക്കർപ്പൂരം, പുതിന കർപ്പൂരം, അയമോദകത്തിൻ്റെ കർപ്പൂരം. ഇത് 3ഉം ഞാൻ എങ്ങനെ ഈക്വലായിട്ട് എടുക്കണം. അപ്പോൾ 100 ഗ്രാം ആണെങ്കിൽ 3 100 ഗ്രാം, അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, 3 വാങ്ങിക്കൊണ്ട് വന്നിട്ട് നിങ്ങൾ അതൊരു നൈറ്റ് എങ്ങനെ ചേച്ചിക്ക് ഇതുമാതിരി നല്ലൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ, ഇത് ഗ്ലാസ് ബോട്ടിലാണ്, കുപ്പിയുടെ പാത്രമാണ്. അതിൽ എന്ത് ചെയ്യണം വെച്ചെങ്കിൽ, ഇത് 3ഉം അതിലിട്ടിട്ട് നിങ്ങൾ രാത്രി അതിൽ 3 സാധനം, അതായത് പച്ചക്കർപ്പൂരം, പുതിന കർപ്പൂരം, അയമോദകത്തിൻ്റെ കർപ്പൂരം, ഇത് 3 നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ആക്കിയിട്ട് രാത്രി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലേക്ക് ഇത് 3 നല്ല ഇതേപോലെ പച്ചവെള്ളം പോലെയാവും. 3 100 ഗ്രാമുകൾ. അപ്പോൾ നമ്മൾ എത്ര ഈക്വലായിട്ട് എടുക്കണം. അപ്പോൾ 200 ഗ്രാം ആണെങ്കിൽ 200 ഗ്രാമായിട്ട് എടുക്കണം. അങ്ങനെ 3 ഈക്വലായിട്ട് എടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇത് വെള്ളം പോലെ കിട്ടും. ഇതിലേക്ക് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ 100 ഗ്രാം എടുക്കണമെങ്കിൽ 100 ഗ്രാം വെളിച്ചെണ്ണ, നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഒരു 100 ഗ്രാം. അതാണ് ഈ സാധനം. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതേമാതിരി ഒരു 100 ഗ്രാം വെളിച്ചെണ്ണയും ചേർത്തിട്ട് ഇത് നമ്മൾ ഇതേമാതിരി പാത്രത്തിലേക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു മരുന്നാണിത്. നിങ്ങൾക്ക് കുട്ടികൾക്കും തേക്കാം, എല്ലാവർക്കും ഉപയോഗിക്കാം. കുട്ടികൾക്ക് നെഞ്ചിനൊക്കെ തേച്ചിട്ട് നല്ല ഉഴിഞ്ഞു കൊടുത്താൽ നല്ല കേൾക്കും. ചളിയെല്ലാം നല്ല എടുക്കും, നല്ല കേൾക്കും. പിന്നെ അത് ആവി പിടിക്കാൻ നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കയ്യിലെ ചുട്ടിൽ ഉപയോഗിച്ച് നല്ല ഇങ്ങനെ പണിയിട്ട് കുട്ടികളുടെ ഫേസിൻ്റെ അവിടെ അങ്ങനെ വെച്ച് കൊടുത്താൽ അവർ ശ്വാസം എടുക്കുമ്പോൾ നന്നായിട്ട് തല നെറുക് വരയ്ക്ക് നമുക്ക് തന്നെ സ്പ്രെഡ് ആവണമാതിരി നല്ലൊരു ഇത് കിടക്കും. ഒരുപാട് മരുന്നും ഗുളികയൊന്നും കഴിക്കാതെ ഇങ്ങനത്തെയൊക്കെ ഉപയോഗിച്ചാൽ നമ്മൾക്കും കുറച്ച് നല്ലതാവും വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ ചെയ്ത് നോക്കി. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിനെ കുറച്ച് സബ്സ്ക്രൈബ് ചെയ്ത്
സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.